ചില സ്ത്രീകൾക്ക് കാശുണ്ടാക്കുവാൻ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല. എങ്ങനെയെന്നറിയുമോ? സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് അർദ്ധനഗ്ന ശരീരവുമായി ലൈവിൽ വന്നാൽ അവർക്ക് നല്ലവണ്ണം കാശ് കിട്ടും. ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല. ചില പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ദാഹം തീർത്തുകൊണ്ട് കാശുണ്ടാക്കും. പക്ഷേ ചില പെണ്ണുങ്ങൾ വ്യത്യസ്തമാണ്. എങ്ങനെയെന്നാൽ സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ജന്മം കൊണ്ട ശേഷം ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിന് പരിശുദ്ധിയില്ല എന്ന് പെരുവഴിയിൽ ഇറങ്ങിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ചില്ലറ കിട്ടും. അതുപോലെയുള്ള ഒരു സ്ത്രീയെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവരോട് ആരെങ്കിലും സ്ത്രീയെ നീ മാതാവിൽ നിന്നും പ്രസവിച്ച് വന്ന വഴി ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഇവൾ ഇങ്ങനെ പറയും. ഇവളുടെ മെയിൻ കണ്ടന്റ് ഇപ്പോൾ പെണ്ണുങ്ങൾ സ്വന്തം ശരീരഭാഗങ്ങൾ തുറിച്ചുകൊണ്ട് നടന്നോട്ടെ, ലിപ്സ്റ്റിക് അടിച്ചുകൊണ്ട് നടന്നോട്ടെ, ക്രീം ഇട്ടുകൊണ്ട് നടന്നോട്ടെ. ഇത് കണ്ട് ആണുങ്ങൾ എന്തിനാണ് വികാരഭരിതരാവുന്നത്? നിങ്ങൾ കൺട്രോൾ ചെയ്യൂ. സ്ത്രീകൾ ലിപ്സ്റ്റിക് അടിച്ച് മുഖം വെളുക്കുവാൻ ക്രീമെല്ലാം ഉപയോഗിച്ച് ശരീരം തുറപ്പിച്ചുകൊണ്ട് അർദ്ധനഗ്നയായി തെരുവിലൂടെ നടന്നു പോകുമ്പോൾ 99% ആണുങ്ങളും ആ സ്ത്രീയെ തുറിച്ച് നോക്കും, കണ്ണുകൾ കൊണ്ട് അളവെടുക്കും. അത് കണ്ട് ഇഷ്ടപ്പെടാത്ത ആങ്ങളമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ ഈ സ്ത്രീക്ക് മറുപടി കൊടുക്കണം. അതെല്ലാം നിങ്ങൾ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തെരുവോരത്തുള്ള ആണുങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ തുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത്. ഈ പൈൽസ് വന്നാൽ ഇരിക്കാൻ പറ്റാത്ത ആസനം വെച്ച് ഇവൾ തുള്ളുമ്പോൾ ഇവൾ ഒന്നും അറിയണം, 99% ആൾക്കാരും എങ്ങനെയുള്ളവരാണെന്ന് ഇവൾ റിസർച്ച് ചെയ്യണം. എങ്ങനെയെന്നാൽ ഇവൾ അർദ്ധനഗ്നയായി സ്വന്തം മേനി തുറപ്പിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ തെരുവിലൂടെ നടക്കുക. എന്നിട്ട് ഇവളെ എത്ര പേർ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഇവൾ നിരീക്ഷിക്കുക. എന്നിട്ട് വേണം ഇവൾ ഈ വീഡിയോ ഇടാൻ. ഇതുപോലെയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ട്രെൻഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മതത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുക, തല ഫുള്ളായിട്ട് മറക്കുക. ഇതാണ്ടില്ലേ ഇവിടെ മറച്ചിരിക്കുന്നത്? ഇതുപോലെ മറച്ചുകൊണ്ട് ആ മതത്തെ തെറി പറയുക, എന്നിട്ട് അതിൽ നിന്നും ചില്ലറ വാങ്ങി നക്കുക. ഇതാണ് ഇതുപോലെയുള്ള പെണ്ണുങ്ങളുടെ മെയിൻ പണി. കാരണം ഇവർക്ക് ലാവിഷായി എൻജോയ് ചെയ്യാനുള്ള പണം വേണം, അതിന് അധ്വാനിക്കണം. പക്ഷേ ഇവർക്ക് അധ്വാനിക്കാൻ കഴിയില്ല. എല്ലാ പണ്ഡിതന്മാരും കുളിക്കില്ല എന്നാണ് ഇവളുടെ ഭാഷ്യം. ഇവൾ എല്ലാ പണ്ഡിതന്മാരുടെയും ആസനം മണത്ത് നോക്കിയിട്ടാണ് ഇവൾ ഇത് പറയുന്ന കാര്യം എത്ര പേർക്കറിയാം. അതുകൊണ്ട് ഇവൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ കുളിക്കും, ആരൊക്കെ കുളിക്കില്ല എന്ന്.